അല്ല, ശബരിമലയില് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട ആദ്യത്തെ ആള് അവിടുത്തെ തന്ത്രിയാണ്. അതിനുശേഷം അവിടുത്തെ ദേവസ്വം മാനേജറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. അതിനുശേഷം തിരുവാഭരണം കമ്മീഷണറുണ്ട്, തിരുവാഭരണം കമ്മീഷണർ. ആ തിരുവാഭരണം കമ്മീഷണറും അറിഞ്ഞിട്ട് അത് ബോർഡ് അറിയണം, ദേവസ്വം ബോർഡ് അറിയണം. ആ ദേവസ്വം ബോർഡും തീരുമാനമെടുക്കുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ഈ നടപടികൾ ചെയ്യാൻ. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ അനിൽകുമാർ പറഞ്ഞ പോലെ ഏതോ സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥൻ, അയാൾ ഇതൊന്നും അറിഞ്ഞില്ല, വേറെ കുറെ പേര് വന്നു, പൊളിച്ചെടുത്തു, കൊണ്ടുപോയി, അവിടെ പണിഞ്ഞു, കുറെ കിട്ടി, കുറെ ഉണ്ണികൃഷ്ണൻ തിരുമേനി കൊണ്ട് പെങ്ങടെ വീട്ടിൽ കൊടുത്തു. നാണമില്ലയോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയാൻ? ഇതാ ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്? ലോകമറിയുന്ന മഹാ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ്, ശബരിമലയെക്കുറിച്ചാണ്. ഒരു വർഷം 400-450 കോടി രൂപ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന മഹാക്ഷേത്രത്തെക്കുറിച്ചാണ്. ആ ക്ഷേത്രത്തിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ സാധാരണ ടെമ്പിൾ, വെറും കരക്കാരുടെ അമ്പലത്തിൽ പോലും എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ മഹാക്ഷേത്രത്തില് സ്വർണ്ണപ്പാളി പൊളിച്ചുകൊണ്ട് പോകാം, ദ്വാരപാലകനെ കൊണ്ടുപോകാം, പീഠം എടുത്തുകൊണ്ട് പോകാം, പൂശാം, പൂശാതിരിക്കാം. എടുത്തുകൊണ്ട് പോയപ്പോ 42 കിലോ, തിരിച്ചു വന്നപ്പോ 38 കിലോ, 4 കിലോ ആവിയായി പോയി. എന്നിട്ട് പറയും എല്ലാം ശുദ്ധം, എല്ലാം വളരെ ഗംഭീരം, ഒരു കുഴപ്പവുമില്ല എന്ന്. വളരെ കഷ്ടമാണ്. ശബരിമല ക്ഷേത്രത്തിൽ കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ വളരെയേറെ യാതനയും വേദനയും അനുഭവിച്ചാണ് അവിടെ വരുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ, അവരുടെ ദുഃഖങ്ങളുടെ അർപ്പണമാണ്, സമർപ്പണമാണ് അവിടുത്തെ കാണിക്ക വഞ്ചിയിലെ ഓരോ നാണയവും. ആ ഭണ്ഡാരത്തിൽ വീഴുന്ന ഓരോ വഴിപാടും അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, അവരുടെ വേദനയുടെ കാണിക്കുകയാണ്. അതെടുത്തു വെച്ചിട്ടാണ് ഈ ദുരുപയോഗം ചെയ്യുന്നത്. എത്രമാത്രം ദുരുപയോഗങ്ങൾ, എത്രമാത്രം അഴിമതികൾ, എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ ദ്വാരപാലക ശില്പങ്ങള് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അറിയുന്നില്ല. അത് കൊണ്ടുപോയ ഉദ്യോഗസ്ഥനല്ല, പിന്നെ വന്ന ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര കുറഞ്ഞു എന്നറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഹൈക്കോടതി പോലും എഴുതിക്കോ എന്നൊക്കെയാണ് ശ്രീ അനിൽകുമാർ പറയുന്നത്. അനിൽകുമാർ പറയുന്ന പോലെ എഴുതാനിരിക്കുന്നവരാണ് ഹൈക്കോടതി ജഡ്ജസ് എന്ന് ഞാൻ കരുതില്ല. അവരൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതിയത്. എന്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. കാരണം കൊടിമര പ്രതിഷ്ഠ സ്വർണം പൂശുന്ന അവസരത്തിൽ തന്നെ ഹൈക്കോടതിയുടെ റൂളിംഗ് ഉണ്ട്, ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും സ്പെഷ്യൽ കമ്മീഷണർ അറിയണം. പക്ഷെ ആ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വലിയ മഹാസമ്മേളനം ഒക്കെ എന്തോ അവിടെ നടത്തി എന്ന് പറഞ്ഞു. 7 കോടി രൂപ മുടക്കിയിട്ട് അവിടെ 423 പേരെ നടത്തിയ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടു. അവിടെ നടത്തിയ ചർച്ചകളിൽ എത്ര പേര് പങ്കെടുത്തു ഒക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. ശബരിമലയുടെ പേരിൽ അയ്യപ്പ ഭക്തരുടെ മുമ്പിൽ ഞങ്ങളും വലിയ വിശ്വാസികളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് പമ്പയിലും ഒക്കെ നടത്തിയത്. അതുകൊണ്ടാണ് അവിടെ ഈ ശുഷ്കമായിട്ട്, അവിടെ ആ സമയത്ത് ശബരിമലയിലേക്ക് 100 കണക്കിന് അയ്യപ്പന്മാർ കെട്ടുമുറുക്കി നീലിമല കയറി പോകുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഇവരുടെ കൂടാരത്തിൽ കയറിയോ? ഒരൊറ്റ കെട്ടുമുറുക്കി അയ്യപ്പനെ നിങ്ങൾ കണ്ടോ? അവിടെ എന്താ കയറാഞ്ഞേ? ഇവരാരാന്ന് അവർക്കറിയാം. 2018 ഇവര് നടത്തിയ ക്രൂരത, ഇവര് അയ്യപ്പസ്വാമി ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിച്ചവരാണെന്ന് അവർക്കറിയാം. ആയിരക്കണക്കിന് ആൾക്കാർ അടികൊണ്ട് ഇപ്പോഴും അവരുടെ പേര് കേസുകൾ കിടക്കുകയാണ്. ഒരുപാട് ആളുകളുടെ വ്യാപാര സ്ഥാപനങ്ങൾ, ഒരുപാട് അയ്യപ്പ ഭക്തരുടെ വീടുകൾ, നിരവധി ആളുകൾ അവർക്ക് ബലിദാനികളാകേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഇവർ ഈ നടത്തുന്നത് വെറും കപടതയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ആ കൂടാരത്തിലേക്ക് ഒരു അയ്യപ്പ ഭക്തനും കയറാതിരുന്നത്. എന്നാൽ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ പന്തളത്ത് കണ്ടപ്പോൾ ചിലപ്പോൾ അനിൽകുമാറിനും ഒക്കെ കണ്ണ് മഞ്ഞളിച്ചു കാണും. അതാണ് ഭക്തി. അവിടെ എത്തിയ അയ്യപ്പന്മാർ കാശ് മുടക്കി വലിയ AC ഇത് വെച്ചിട്ടൊന്നും വന്നവരല്ല. വെറും പന്തലിൽ അവർ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ അവിടെ വന്നു. നിങ്ങളുടെ പോലീസിന് തന്നെ തെറ്റിയില്ലേ? നിങ്ങളുടെ പോലീസ് പറഞ്ഞില്ലേ 3000 പേര് കൂടെ വരത്തില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തേക്കില്ലേ? അവിടെ 10,000-കണക്കിന് ആൾക്കാർ വന്നു, എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അനിൽകുമാറെ മനസ്സിലാക്ക്, ഇത് അയ്യപ്പ ഭക്തരാണ്. അവർക്ക് നിങ്ങളുടെ ലക്ഷങ്ങളും കോടികളും AC കൂടാരങ്ങളും ഒന്നും വേണ്ട. അവരവിടെ എത്തും. എത്ര ബുദ്ധിമുട്ടിയാലും അവരവിടെ എത്തും. നിങ്ങളുടെ മുഖ്യമന്ത്രി വിളിച്ച കല്ലും മുള്ളും കാലിക്കുത്തും ഒന്നും അല്ല. നിങ്ങൾക്ക് ഏതായാലും എനിക്ക് അതിനകത്ത് അദ്ദേഹത്തോട് ഒരു തരത്തില് കല്ലും മുള്ളും കാലിക്കുത്തും എന്തോ ആയാലും ശരി, വിളിച്ചല്ലോ,
നിങ്ങളുടെ ആ മുഖ്യമന്ത്രി ശബരിമല അയ്യപ്പന്റെ ഒരു ശരണമെങ്കിലും തെറ്റിയാണെങ്കിലും വിളിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ഒരു ന്യായീകരണം പറയുന്നത് കേട്ടു, നിങ്ങളുടെ ചില ആൾക്കാർ അവിടെ AC-ക്ക് തണുപ്പ് കൂടുതലായിരുന്നുകൊണ്ടാണ് ആ കൂടാരത്തിൽ നിന്ന് ആൾക്കാര് പുറത്തിറങ്ങി നിന്നത് എന്ന്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, വൃശ്ചികം മകരം മാസകാലം ആ കൊടും തണുപ്പിൽ കോടമുഞ്ഞുള്ള സമയത്ത് പമ്പയിലിറങ്ങി മുങ്ങി മണിക്കൂറുകൾ ക്യൂ നിന്ന് നീലിമലയും അപ്പാച്ചിമേടും അതേപോലെ തന്നെ ശരംകുത്തിയും താണ്ടി ശബരിമലയിലെത്തി ദർശനം നടത്തുന്നവരാണ് അയ്യപ്പ ഭക്തന്മാര്. അവർക്ക് നിങ്ങളുടെ AC-യുടെ തണുപ്പൊന്നും ഒരു കുന്തമല്ല. പക്ഷെ നിങ്ങൾ വിളിച്ചു വരുത്തിയവര് ചിലപ്പോ AC-യുടെ കുളിർ കണ്ടാൽ വിറയ്ക്കുന്നവരായിരിക്കും.